വരുന്ന 19-ാം തീയതി KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരും. അതിന് ധാരണയായി. കാരണം കഴിഞ്ഞ 13-ന് ചേരാനായിരുന്നു ധാരണ. എന്നാൽ സതീശൻ പറഞ്ഞു, എനിക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികളുണ്ട്, അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ കാണില്ല, നിങ്ങൾ വേണമെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതി കൂടിക്കുമെന്ന് സുധാകരനോട് പറഞ്ഞു. പന്ത് സുധാകരൻ്റെ കോർട്ടിലേക്ക് തട്ടിയിട്ടു. സുധാകരൻ പറഞ്ഞു, നീ ഇല്ലെങ്കിൽ ഞാനിതാ കണ്ണൂരേക്ക് പോകുന്നു, നിങ്ങളില്ലെങ്കിൽ വേണ്ട, രാഷ്ട്രീയകാര്യ സമിതി യോഗം വേണ്ട, അങ്ങനെ മാറ്റിവെച്ചു. ഇതൊക്കെ കൃത്യമായി അറിഞ്ഞ നേതാവാണ് KC വേണുഗോപാൽ. KC വേണുഗോപാലിനെയും ഹൈക്കമാൻഡ് അന്ന് താക്കീത് ചെയ്തിരുന്നു. കാരണം നിങ്ങൾ നാട്ടിലുണ്ടായിരുന്നിട്ട് പോലും ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാൻ കഴിയാതെ പോയതിൽ ഖേദമുണ്ട് എന്ന് ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെയും താക്കീത് ചെയ്തിരുന്നു. ദീപാദാസ് മുൻഷിയാണെങ്കിലോ അവരും കടുത്ത അതൃപ്തി എന്ന് പ്രകടിപ്പിച്ചിരുന്നു. 13-ാം തീയതി ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ വിമാനം പിടിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് 12-ാം തീയതി തന്നെ എത്തി. 12-ാം തീയതി എത്തിയപ്പോഴാണ് അറിയുന്നത് യോഗമില്ല, സതീശൻ പിണങ്ങി നിൽക്കുകയാണ്, ഉടക്കി നിൽക്കുകയാണ് എന്ന് വിവരം ലഭിച്ചു. അങ്ങനെ അവർ അന്ന് രാത്രി തന്നെ തിരിച്ച് വിമാനം കയറി പറന്നു ഡൽഹിയിൽ പോയി കാര്യങ്ങൾ ധരിപ്പിച്ചു. അങ്ങനെയാണ് പിറ്റേ ദിവസം ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം വരുന്നത്, ഒരാഴ്ചയ്ക്കുള്ളിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരണമെന്ന്. ഈ സതീശൻ സുധാകരൻ തമ്മിലടി അത് പരസ്യമാണ്, ഹൈക്കമാൻഡിന് അറിയാം. മറ്റ് രമേശ് ചെന്നിത്തലയോ VD സതീശനോ അങ്ങനെ KC വേണുഗോപാൽ തമ്മിലടി അതൊന്നുമല്ല അവർക്ക് പ്രശ്നം. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലടിയാണ്. ഇവർ തമ്മിൽ യാതൊരു ചേർച്ചയുമില്ല. ഇവർ പരസ്യമായി വെല്ലുവിളിക്കുന്നു, മൈക്കിന് മുന്നിലിരുന്ന് തെറി പറയുന്ന അവസരം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടി മുതലെടുത്ത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പുനഃസംഘടന അജണ്ടയായി വെച്ച് ചർച്ച ചെയ്യാനാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം. പുനഃസംഘടന എത്രയും വേഗം നടക്കണം. KPCC അധ്യക്ഷൻ മുതൽ പ്രതിപക്ഷ നേതാവ് മുതൽ എല്ലാവരെയും അച്ചടക്കം പഠിപ്പിക്കാൻ പുനഃസംഘടന അടിയന്തരമായി വേണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വയനാട് NM വിജയൻ്റെ മരണം, അതിനകത്ത് VD സതീശൻ ഉറച്ചു നിൽക്കുന്നു. കാരണം എന്താണ്, NM വിജയൻ്റെ മരണത്തിന് സുധാകരന് പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് എപ്പോഴും VD സതീശൻ ശ്രമിക്കുന്നത്. മാധ്യമപ്രവർത്തകർ എന്ത് ചോദിച്ചാലും നിങ്ങൾ പോയി സുധാകരനോട് ചോദിക്കൂ, KPCC അധ്യക്ഷനോട് ചോദിക്കൂ, പാർട്ടി കാര്യം അദ്ദേഹം പറയും എന്ന തരത്തിലാണ് VD സതീശൻ മറുപടി പറയുന്നത്. അതെപ്പോഴും സുധാകരനെ ഒരു പ്രതിസന്ധിയിലാക്കുക, ഉത്തരം മുട്ടിക്കുക എന്ന തരത്തിലോട്ട് കാര്യങ്ങൾ കടന്നു പോകുന്നു. സുധാകരനോട് ചോദിച്ചാലാകട്ടെ, എന്തായി അവിടുത്തെ കാര്യം, IC ബാലകൃഷ്ണൻ ഒളിവിലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വാറണ്ടുള്ള പ്രതി ഒളിവിൽ പോകും എന്ന് സുധാകരൻ്റെ സ്റ്റൈലിൽ മറുപടിയും പറയും. അതാണ് സുധാകരൻ്റെ രീതി. അതായത് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ സുധാകരൻ മറുപടി കൊടുക്കും. അത് പാർട്ടിക്ക് കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും പറയേണ്ടത് പറഞ്ഞു തന്നെ പോകുന്ന വ്യക്തിയാണ് സുധാകരൻ. അതുകൊണ്ടാണ് VD സതീശൻ എപ്പോഴും ഈ പന്ത്, അതായത് NM വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പാർട്ടി പ്രസിഡന്റിനോട് ചോദിക്കുക എന്ന് പറഞ്ഞ് സുധാകരനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തള്ളിവിടുന്നത്. ഈ തമ്മിലടി മുതലെടുക്കാനാണ് KC വേണുഗോപാലിൻ്റെ നീക്കം. KC വേണുഗോപാൽ പറയുന്നത്, ഇവരിങ്ങനെ തമ്മിലടിച്ച് നിൽക്കുമ്പോഴാണ് പുനഃസംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. പുനഃസംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇവരെ അച്ചടക്കം പഠിപ്പിക്കുക, പുതിയ നേതാക്കളെ കൊണ്ടുവരിക, പുതിയ ആളുകൾ അതായത് പാർട്ടിയുടെ ഭരണകാര്യങ്ങളിലും പാർലമെൻ്ററി പാർട്ടി രംഗങ്ങളിലും വരുമ്പോൾ ഇവരുടെയൊക്കെ തമ്മിലടി അങ്ങ് അവസാനിക്കുമെന്നാണ്. ഇതിനിടയിലാണ് പഴയ I ഗ്രൂപ്പുകാരനായ PV അൻവറിൻ്റെ കോൺഗ്രസ് പ്രവേശനമൊക്കെ ചർച്ചയായി വരുന്നതും. അതും രാഷ്ട്രീയകാര്യ സമിതി യോഗം ചർച്ച ചെയ്യുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം 19 നടക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള മാർഗങ്ങൾ, അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം, അതുപോലെ പാർട്ടി പുനഃസംഘടന, അതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടി എന്തൊക്കെ നയങ്ങളാണ് സ്വീകരിക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞത് 70% പ്രദേശങ്ങളിലെങ്കിലും UDF വിജയിക്കണമെന്ന ഈ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം, ഇതൊക്കെ ഈ രാഷ്ട്രീയകാര്യ സമിതിയുടെ അജണ്ടയിൽ വരും. ഈ രാഷ്ട്രീയകാര്യ സമിതി കഴിയുമ്പോൾ KPCCക്കുള്ളിലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിക്കുള്ളിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുകയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.